കാണിക്കുന്നൊന്നുമില്ല. വളരെ ലൈറ്റായിട്ട് ഒരു സെൻസേഷണൽ അല്ലെങ്കിൽ ഒരു സെൻസിറ്റീവ് കണ്ടന്റാണ്. അത് വളരെ ബ്യൂട്ടിഫുള്ളി ആണ് അത് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത്. അതും സബ്പ്ലോട്ടാണ്, ഒരു മെയിൻ പ്ലോട്ട് പോലും അല്ല. അപ്പോൾ അത് ഒരു ഫാമിലി ഇതിനെ എങ്ങനെ കാണുന്നു, ഒരു ഫാമിലിയിൽ ഇതുണ്ടായാൽ എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമ്മൾ ടച്ച് ചെയ്ത് പോയതല്ലാതെ ഇതിനകത്ത് അതിൽ കൂടുതൽ നമ്മളിത് ശരിയാണോ തെറ്റാണോ ഇതൊന്നും പറയാനോ ഒന്നിനും പോയിട്ടുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാൻ ചെയ്യേണ്ടതായ ഒരു റീസൺ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഒ ടി ടിയിലൊക്കെ ഇറങ്ങുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ നിന്നിട്ട് ചർച്ച വല്ലതും നടന്നോ? ഒരു സിനിമ ഒരു പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കുക എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചുണ്ട്. അത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ ഒരു ചർച്ച ഉണ്ടായോ? ആരുടെ സൈഡിൽ നിന്നും ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. WCCയുടെ ഭാഗത്ത് അങ്ങനെ എന്തെങ്കിലും WCC ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ലല്ലോ. ഒരു എന്നെ ഇതുവരെ WCC പ്രൊഡ്യൂസറിന്റെ സംഘടനകളിൽ നിന്നിട്ടോ അല്ലോ എന്തെങ്കിലും ഇല്ല, എന്നെ അങ്ങനെ ഒരു സംഘടനകളിൽ നിന്നും ആരും വിളിച്ചില്ല. അതല്ലാതെ ഗൾഫിലുള്ള ഒരുപാട് സുഹൃത്തുക്കളെ വിളിച്ചു. ഞങ്ങൾക്കിത് കാണാൻ പറ്റുന്നത്, ഞങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്യണോ, എന്താ ചെയ്യാൻ പറ്റുന്നത്, എന്ത് ഹെൽപ്പ് വേണമെന്നൊക്കെ ചോദിച്ച് ദുബായിലും ബഹ്റൈനിലും ഖത്തറിലും ഒക്കെയുള്ള, പക്ഷേ ഖത്തറിൽ പടം റിലീസ് ചെയ്തു. പക്ഷേ അത് ഒരുപാട് കട്ട്സോട് കൂടിയാണ് റിലീസായി. അപ്പോൾ തന്നെ സിനിമ കാണുന്നവർക്ക് സിനിമ മനസ്സിലാവില്ല. അപ്പം ഇതിനകത്ത് ഷൈൻ ടോം ചാക്കോയുടെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കട്ടായി പോയിട്ടാണ് ഖത്തറിൽ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ സാധാരണ വനിതകൾ പ്രൊഡ്യൂസേഴ്സ് കുറവാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആ തരത്തിൽ ഉള്ള സപ്പോർട്ടുകളൊന്നും, നിങ്ങൾ സാധാരണ ഈ പ്രൊഡ്യൂസേഴ്സ് അങ്ങനത്തെ സംഘടനകളൊന്നും ഇല്ലേ? അതുകൊണ്ടാണ് സാന്ദ്ര തോമസിനെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തത്. എന്നെ ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആരെയാണ്? അല്ലെങ്കിൽ സപ്പോർട്ട് അല്ലെങ്കിലും എല്ലാവരും തനിയെ വരുന്ന ആളുകളാണ്. അപ്പം അല്ലെങ്കിലും ആരുടെയും സപ്പോർട്ടൊന്നും ആർക്കും ഉണ്ടാകാറില്ല. എല്ലാവരും അവരവരുടെ പാത അവരവർ വെട്ടിത്തെളിച്ച് വരിക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഇൻഡസ്ട്രിയിലെ ഒരു രീതി. പിന്നെ ഒരു ഇഷ്യൂ വന്നപ്പോൾ നിങ്ങളുടെ ചോദ്യം ശരിയാണ്. ആരും വിളിച്ചങ്ങനെ നമ്മുടെ സൈഡിൽ നിന്നൊരു സപ്പോർട്ട് വേണം, എന്താ ചെയ്യേണ്ടതെന്നുള്ള രീതിയിലുള്ള ഒരു ഇതൊന്നും ആരും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നേരെ മറിച്ച് ഇതേപോലെ ഞങ്ങൾക്ക് പടം കാണണം, ഞങ്ങൾ പോയി സംസാരിക്കാം, ഞങ്ങൾ സെൻസർ ബോർഡിൽ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോൾസ് വരികയും ചെയ്തു. പിന്നെ എനിക്ക് കറൻ്റ്ലി എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമ റിലീസായിട്ടും ഈ സാധാരണക്കാരിലേക്ക് എത്തുക പോസ്റ്ററാണ്. അപ്പം പോസ്റ്ററൊന്നും ഒരു സ്ഥലത്തും കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പോസ്റ്റർ എല്ലാം അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ആർക്കും ഒട്ടിക്കാനും പറ്റത്തില്ല. ഇതെല്ലാം അസോസിയേഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് എവിടെയും കാണാനില്ല. അന്ന് ഫസ്റ്റ് ഡേ സിനിമ ഇറങ്ങിയ ദിവസം സിറ്റിയിൽ ഒരൊറ്റ പോസ്റ്റർ പോലും ഉണ്ടായില്ല. ഒരെണ്ണം പോലും. അതെനിക്ക് ഭയങ്കര വിഷമം വന്നൊരു കാര്യമായിരുന്നു. അത് ഞാനതിൻ്റെ അധികാരികളെ അറിയിക്കുകയും ചെയ്തു. ഒരെണ്ണം പോലും ഒരു റിലീസ് സിനിമയുടെ ഒരു പോസ്റ്റർ പോലും സിറ്റിയിൽ കാണാണ്ടായതിൽ ഒരു ഇച്ചിരി വിഷമമുണ്ട്. ഇതിനകത്തൊക്കെ എന്തെങ്കിലും മനഃപൂർവ്വമായിട്ടുള്ളൊരു കൈകടത്തലുണ്ടാവുമോ? എനിക്കറിയില്ല. നമുക്ക് ശരിയായ വിവരമില്ലാതെ നമ്മൾ ആരെയും കുറ്റം പറയാനോ അതിൽ കാര്യമില്ലല്ലോ. എനിക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ്. പിന്നെ നമുക്ക് തരുന്ന ഷോ ടൈമിങ്സൊക്കെ പകൽ 10 മണി 11 മണി 12 മണി സമയങ്ങളിലാണ് ഷോ ടൈമിങ്സ് തരുന്നത്. ഫാമിലി സിനിമയാണ്. നൈറ്റ് ഷോസ് കൂട്ടിയാലേ കൂടുതൽ ആളുകൾ സിനിമ കാണാനായിട്ട് വരുള്ളൂ. ഫാമിലി സിനിമയ്ക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ. വൈകിട്ട് അതിലുള്ള കുട്ടികളെല്ലാം സ്കൂളിൽ പോയിരിക്കും, തിരിച്ച് വന്നതിന് ശേഷമായിരിക്കും വരുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്കറിയില്ല ഇത് എങ്ങനെയാണ്, ആരോടാണ് പറയേണ്ടത്. ഞാൻ 13 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഓരോ വർഷവും സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ രീതികൾ മാറുകയാണ്, മാർക്കറ്റിംഗ് രീതികൾ മാറുകയാണ്. അപ്പം ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ഒരാളുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും എനിക്കുണ്ട്. അത് വാസ്തവമാണ്. ഇതിനെയും ഓവർകം ചെയ്യാൻ പറ്റും. കാര്യം സിനിമ ജനങ്ങൾ കൈയടിച്ച് സ്വീകരിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് തിയേറ്ററുകളിൽ ചിരി വരുന്നുണ്ട്. അപ്പം അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. സിനിമ സൂപ്പർ ഹിറ്റാണെന്ന് എല്ലാവരും വിളിച്ച് പറയുമ്പോൾ അത് കേൾക്കുമ്പോഴാണ് ഒരു സന്തോഷം. പക്ഷെ നമ്മൾ ഡിസേർവ് ചെയ്യുന്നൊരു വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് ഈ പല ഘടകങ്ങളും ഇടയ്ക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് സത്യമാണ്.